ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മഴതോരും മുൻപയുടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ വൈജയന്തിയോട് തട്ടിക്കയറുകയാണ് അലീന ചെയ്യുന്നത്. അലീനയ്ക്ക് അത്രയും സങ്കടം വന്നതുകൊണ്ട് മാത്രമാണ് സ്വന്തം പെറ്റമ്മയാണെന്ന് അറിഞ്ഞിട്ട് പോലും വൈജയന്തിയോട് തട്ടിക്കയറുന്നത്. തൻ്റെ എത്രയും പ്രിയപ്പെട്ട ബ്രിജിത്താമ്മയെ കുറിച്ച് അനാവശ്യം പറഞ്ഞപ്പോൾ അത് കേട്ടു നിൽക്കാൻ പറ്റാതെയാണ് അലീന അത് പറയുന്നത്. നമ്മുടെ അലീനയോട് പറയുന്നത്, നീന്റെ മമ്മി എന്ന് പറയുന്നത് അവൾ എത്രക്കാരിയാണെന്ന് ആർക്കറിയാം, അതുപോലെ തന്നെ വിറ്റങ്ങളൊക്കെ എവിടൊക്കെ പോയി എന്തിനൊക്കെ പോയി എന്നൊക്കെ ആർക്കറിയാം എന്നൊക്കെ പറഞ്ഞ് അലീനയെയും ഒരുപാട് കുറ്റപ്പെടുത്തുന്നുണ്ട്. കേട്ടു നിൽക്കാൻ സഹിക്കാതെ വന്നപ്പോഴാണ് പറയുന്നത്, നിങ്ങൾക്ക് എൻ്റെ ബ്രിജിത്ത് മാമിയെ പറ്റിയിട്ട് കുറ്റം പറയാൻ യാതൊരു അവകാശവുമില്ല, നിങ്ങൾക്ക് അതിനുള്ള അർഹതയില്ല. എന്തായാലും എൻ്റെ മമ്മി എന്ന് പറയുന്നത് എന്നെ പ്രസവിച്ചവർ പിഴച്ചവളായിരിക്കും, പക്ഷേ എൻ്റെ മമ്മി എന്ന് പറയുന്നത് എത്ര പെറ്റമ്മയെക്കാളും എത്ര വലുതാണെന്ന് നിങ്ങൾക്ക് അറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എന്തായാലും നമ്മുടെ ബാലൻ എന്തായാലും അതൊക്കെ കേട്ട് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്, ചിരി തോന്നുകയാണ്. അങ്ങനെ അവിടെ നിന്ന് എഴുന്നേറ്റ് ബാലനും പോകുന്നുണ്ട്. അലീന അത് പൊട്ടിത്തെറിച്ചുകൊണ്ട് അലീനയും പോവുകയാണ്. എന്തായാലും വൈജയന്തിക്ക് അത് വലിയൊരു തിരിച്ചടി ആയിരിക്കുകയാണ്. അപ്പം വൈജയന്തി അലീനയ്ക്ക് ചുട്ട മറുപടി ഇതിനുള്ള എന്തായാലും കൊടുക്കാൻ തന്നെ തീരുമാനിക്കുന്നുണ്ട്. പിറ്റേ ദിവസം തന്നെ കുഞ്ഞുമോളെ ആ വീട്ടിൽ നിന്നും പറഞ്ഞയക്കുകയാണ്. ഇനി നിന്റെ ജോലി ഇവിടെ വേണ്ട, ഇനി നീ ഇവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞയക്കുന്നുണ്ട്. കുഞ്ഞുമോൾക്ക് അതിൽ യാതൊരുവിധ വിഷമവും ഇല്ല. കാരണം ഇതിനേക്കാളും അവൾക്ക് എത്രയോ ജോലി കിട്ടാൻ കിടക്കുന്നു, നല്ല രീതിയിൽ ജോലി ചെയ്യുന്നവളായതുകൊണ്ട് തന്നെ. അങ്ങനെ അവൾക്ക് കൊടുക്കാനുള്ള പൈസ കൊടുത്ത് കൂടുതലായി ഒരു 100-200 എന്തോ കൂടുതൽ കയ്യിലും കൊടുക്കുന്നുണ്ട്. ഇത് വെച്ചോ, എന്തായാലും ഇത്രയും നാൾ ഇവിടെ പണി ചെയ്തതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് വൈജയന്തി അവളുടെ കയ്യിലേക്ക് അത് വെച്ചു കൊടുക്കുമ്പോൾ ആ പൈസ കയ്യിൽ വാങ്ങിയിട്ട് കുഞ്ഞുമോള് പറയുന്നുണ്ട്, അതെ ഇത് എനിക്ക് വേണ്ട, എന്തായാലും ഞാൻ പണി ചെയ്തതിനുള്ള പൈസ അത് ഞാൻ വാങ്ങിക്കും, ഇത് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വൈജയന്തിയുടെ മുഖത്തേക്ക് ആ പൈസ വലിച്ചെറിയുകയാണ്. വൈജയന്തിക്ക് അതും ഒരു തിരിച്ചടിയായി മാറുന്നുണ്ട്. എന്തായാലും പിറ്റേ ദിവസം തുടങ്ങി അലീന അതിരാവിലെ തന്നെ എഴുന്നേറ്റ് വേണ്ട കാര്യങ്ങൾ, വീട്ടിലേക്ക് വേണ്ട എല്ലാ ജോലികളും ചെയ്യുകയാണ്. കുട്ടികൾ അനിയത്തിമാർ എഴുന്നേറ്റ് വരുമ്പോഴേക്കും അവർക്ക് ചോറും അതുപോലെ തന്നെ ചായക്ക് വേണ്ട കാര്യങ്ങളും ടിഫിൻ എല്ലാതും അവൾ എടുത്തു വെച്ച് ബാഗിലൊക്കെ ആക്കി കൊടുക്കുന്നുണ്ട്. വൈജയന്തിയും എഴുന്നേറ്റ് വരുമ്പോൾ കാണുന്ന കാഴ്ച, എല്ലാ പണിയും കഴിഞ്ഞ് നല്ല വൃത്തിയിൽ വീടൊക്കെ കിടക്കുന്ന ഒരു കാഴ്ച കണ്ട് വൈജയന്തിക്കും ആകെ അത്ഭുതപ്പെട്ടു പോവുകയാണ്. അങ്ങനെ അതിനുശേഷമാണെങ്കിൽ വൈജയന്തി അവളെ തന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അവളെ ഏതെങ്കിലും തരത്തിൽ കുറ്റപ്പെടുത്തണം, അവളെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് അടിച്ചിറക്കണം എന്നൊരൊറ്റ വിചാരം മാത്രമേ ഉള്ളൂ. അങ്ങനെ അതേ സമയത്താണെങ്കിൽ ഹരി അവിടേക്ക് വീണ്ടും വരികയാണ്. ഹരി വരുമ്പോൾ അലീന തന്നെയാണ് വാതിൽ തുറക്കുന്നത്. വാതിൽ തുറക്കുമ്പോൾ ഹരി ഒരു പൊട്ട നോട്ടവും കാര്യത്തോടു കൂടി അങ്ങനെ നിൽക്കുന്നുണ്ട്. അങ്ങനെ അതിനുശേഷമാണെങ്കിൽ നമ്മുടെ അലീന ചെറിയൊരു സന്തോഷത്തോടു കൂടി ബക്കറ്റൊക്കെ ആയിട്ട് അലക്കി കുളിയൊക്കെ കഴിഞ്ഞിട്ട് പാട്ടും പാടിയൊക്കെ വരുന്ന സമയത്ത് റൂമിലേക്ക് തുറക്കുമ്പോൾ, റൂമിന്റെ വാതിൽ തുറക്കുമ്പോൾ കാണുന്ന കാഴ്ച അവിടെ മനു നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അങ്ങനെ മനു പുഞ്ചിരിയോടുകൂടി നിൽക്കാണ്. അത് കാണുമ്പോൾ നമ്മുടെ അലീനയ്ക്ക് സന്തോഷം വരുന്നുണ്ട്. ഇവിടെയുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും അലീന പറയുമ്പോൾ അതൊന്നും സാരില്ല, നിനക്ക് കൂട്ടായി ഞാനില്ലേ എന്നൊരു വാക്ക് പുഞ്ചിരിയോട് കൂടി തന്നെ മനു ചോദിക്കുകയാണ്. അത് കേൾക്കുമ്പോൾ അലീനയ്ക്ക് ഒരുപാട് സന്തോഷമാവുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും അങ്ങനെയൊക്കെ ഒരു ഭാഗമാണ് എന്തായാലും തിങ്കളാഴ്ചയോടുകൂടിയൊക്കെ കാണിക്കാൻ പോകുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.